ഭംഗിയുള്ളത് കൊണ്ടല്ല നമുക്ക് പലതിനോടും ഇഷ്ടം തോന്നുന്നത്, മറിച്ച് ഇഷ്ടമുള്ളത് കൊണ്ടാണ് പലതും ഭംഗിയുള്ളതായി തോന്നുന്നത്. ഹായ്, ഞാൻ സിജി നിജാസ്. വെൽക്കം ടു മൈ ചാനൽ കൊലിസിൻ കിച്ചൻ. അങ്ങനെ എനിക്ക് ഒത്തിരി ഭംഗിയുള്ളതായി തോന്നുന്ന ഒരു ചെടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ താരം. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ താരം പെപ്പറോമിയ സ്കാൻഡൻസ് ഗ്രീൻ. 100-150ഓളം വെറൈറ്റീസ് പെപ്പറോമിയാസ് മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ്. അവയൊക്കെ തന്നെ നല്ല റേറ്റുള്ളവയുമാണ്. അവയിൽ നമുക്ക് ഏകദേശം അഫോർഡബിൾ ആയിട്ടുള്ള ഒന്നാണ് പെപ്പറോമിയ സ്കാൻഡൻസ് ഗ്രീൻ. നല്ല ഒരു ഹാർട്ട് ഷേപ്പിലുള്ള നല്ല ഡാർക്ക് ഗ്രീൻ കളറുള്ള തിക്ക് ലീഫോട് കൂടിയവയാണ് ഇവയുടെ ഇലകൾ. ഹാങ്ങിങ് പ്ലാന്റ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ബെറ്റർ ചോയ്സ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീപോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ഞാൻ ഈ പ്ലാന്റ് ഈ പോട്ടിൽ തന്നെ നട്ടിട്ട് 2 വർഷത്തോളമായി. ഇതുവരെയും അതിനെ റീപോർട്ട് ചെയ്തിട്ടില്ല. നല്ല ഭംഗിയിൽ നല്ല ഗ്രീനറി നിറച്ച് വളരുന്ന ഒരു പ്ലാന്റാണ് ഇത്. ഇതിൻ്റെ ലീഫുകൾ നോക്കിയാൽ മനസ്സിലാവും, നല്ല തിക്കായിട്ടൊരു ഗ്ലോസി ഫിനിഷോട് കൂടിയവയാണ് ഇതിൻ്റെ ലീഫുകൾ. മാത്രമല്ല ഇതിൻ്റെ ലീഫുകളിൽ നല്ലൊരു വാട്ടർ സ്റ്റോറിങ് കപ്പാസിറ്റി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളമൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളമൊഴിക്കുന്നത് കൂടിപ്പോയാൽ തന്നെ ഇതിൻ്റെ ഈ തണ്ടുകളൊക്കെ ഈ ഒരു വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിൽ അഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളമൊഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പൈപ്പർ പെപ്പറോമിയ എന്നാണ് ഈ പ്ലാന്റിൻ്റെ ഒരു കോമൺ നെയിം. ഇതൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. ഡയറക്റ്റ് സൺലൈറ്റ് ഈ പ്ലാന്റിന് ലഭിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ പൊള്ളി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒത്തിരി നാൾ നമുക്ക് ഇതിനെ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആക്കി വളർത്തിയെടുക്കാൻ പറ്റും. ഇൻഡോർ ആക്കിയൊക്കെ വളർത്തുകയാണെങ്കിലും ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും. എന്ന് കരുതി ഇപ്പോൾ നമ്മൾ തീരെ ലൈറ്റ് ഇല്ലാത്തിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളരില്ല. ഇതിപ്പോൾ ഈ ചെടിയെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഈ ലീഫൊക്കെ നല്ല ഒരു അമ്മമ്മ അപ്പൂപ്പനൊക്കെ ആയ ലീഫുകളാണ്. ഇതൊക്കെ നമ്മൾ എടുത്തു കളയാനുള്ള സമയമായി. പെപ്പറോമിയ ചെടികൾ ഒരുപാട് വെറൈറ്റീസിൽ ഇന്ന് അവൈലബിൾ ആണ്. എന്നാൽ നമുക്ക് ഒത്തിരി നാളുകൾക്ക് മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ പരിചയമുള്ള ഒരു ചെടിയുണ്ട് ഈ ഫാമിലിയിൽപ്പെട്ട. ഏതാണെന്നല്ലേ? നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്, ഇന്നത്തെ കുട്ടികൾക്ക് അറിയുമോയെന്ന് തന്നെ അറിയില്ല, നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത്, അതായത് ഒരു 84 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നവർക്കൊക്കെ അറിയാം. നമ്മുടെ ഈ സ്ലേറ്റൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മഷിത്തൻ്റെ ചെടിയൊക്കെ യൂസ് ചെയ്തിരുന്നില്ലേ? നമ്മുടെയൊക്കെ അവിടെ സ്ലേറ്റ് പച്ച എന്നൊക്കെ പറയും. എല്ലാവരും അതിനെ മഷിത്തണ്ട് ചെടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. ആ ചെടിയുടെ അതേ ഫാമിലിയിൽപ്പെട്ട ചെടിയാണത്. അപ്പോൾ അതിനൊരു കുഞ്ഞൊരു നമ്മുടെ ഒരു കമ്പിത്തിരി പോലത്തെ ഒരു സാധനം ഇങ്ങനെ മുകളിലോട്ട് നിൽക്കില്ലേ, അതുപോലെ ഒരു പൂവ് ഈ ചെടിക്കും ഉണ്ടാകാറുണ്ട്. അതായത് നമ്മുടെ എലിവാല് പോലെ ഒരു സാധനം, ഒരു എലിവാല് പോലെ ഒരു പൂച്ചെടി, ഒരു പൂവ് ഈ ചെടിക്കും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സീസൺ കഴിഞ്ഞ്, പൂവിൻ്റെ സീസൺ കഴിഞ്ഞ്. അപ്പോൾ അതുപോലൊരു പൂവ് ഈ ചെടിക്കും ഉണ്ടാകാറുണ്ട്. വളരെ ഭംഗിയുള്ളൊരു പൂവാണ്. പ്രത്യേകിച്ച് പൂവായിട്ടൊന്നുമില്ല, ഒരു കമ്പ് പോലെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. അങ്ങനെ ഇതിനൊരു പൂവും ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. മണി പ്ലാന്റിനെയൊക്കെ പോലെ തന്നെ ഇതിനും ഓരോ നോഡുകളിലായിട്ട് ഏരിയൽ റൂട്ട്സ് ഉണ്ട്. ഈ ഏരിയൽ റൂട്ട്സിൻ്റെ തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇതിനെ നമുക്ക് വെള്ളത്തിലിട്ട്, അതായത് ഈ ഏരിയൽ റൂട്ട്സിൻ്റെ തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്ത് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പുതിയ റൂട്ട്സൊക്കെ വരും. അതിനുശേഷം നമുക്ക് മണ്ണിലോട്ട്, അതായത് നമ്മുടെ പോട്ടിംഗ് മിക്സിലോട്ട് എടുത്ത് നട്ടാലും നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് വളർന്നു വരും. അങ്ങനെയും നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. ഫെർട്ടിലൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഫെർട്ടിലൈസേഷൻ്റെ ആവശ്യമൊന്നുമില്ല. 2 മാസമോ മറ്റോ കൂടുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെർമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകപ്പൊടിയോ മറ്റോ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ല മെച്ചുറായിട്ടുള്ള ലീഫാണ്. അതായത് ഇപ്പോൾ ഞാൻ 2 വർഷത്തോളമായി ഇതൊന്ന് റീപോർട്ട് ചെയ്തിട്ട് തന്നെ, അതുകൊണ്ട് ഇതിൻ്റെ മെച്ചുറായിട്ടുള്ള ലീഫാണ്. ഇത് മുറിച്ച് കളയാനുള്ള ലീഫായതാണ്. അതുകൊണ്ടാണ് ആ ലീഫൊക്കെ ഇങ്ങനെ മഞ്ഞ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻസെക്റ്റ് ആക്രമണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇൻസെക്റ്റ് ആക്രമണമൊന്നും തന്നെ ഈ ചെടിക്ക് ഉണ്ടാകാറുമില്ല. നല്ലൊരു ആർട്ടിഫിഷ്യൽ സുന്ദരി പോലെ കാണുന്ന ഈ ചെടിയുടെ വാട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഓവർ വാട്ടറിങ് ഈ പ്ലാന്റിനെ നശിപ്പിക്കും. അതായത് പോട്ടി മിക്സ് നല്ല ഡ്രൈ ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിപ്പോൾ ഈ ചെടിയല്ല, ഒട്ടുമിക്ക ചെടികളുടെയും പോട്ടി മിക്സ് ഡ്രൈ ആയി എന്ന് നമ്മളൊരു ഫിംഗർ അതിലോട്ട് പോട്ടി മിക്സിലോട്ട് ഡിപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഡ്രൈ ആയി എന്ന് തോന്നിയാൽ മാത്രം നമ്മൾ അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതായിരിക്കും അതിൻ്റെ ഹെൽത്തിന് നല്ലത്. ഇനി ഈ ചെടിയുടെ അറ്റം, ഓരോ ചെടിയുടെയും അറ്റഭാഗം നമ്മളൊന്ന് നുള്ളിക്കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല തിക്കായിട്ട് അവിടെ നിന്നെല്ലാം പുതിയ
ബ്രാഞ്ചസ് വരും. ഇനി ഇതിനെങ്ങനെ നമുക്ക് പുതിയതായിട്ട് പ്രൊപ്പഗേഷൻ നടത്താമെന്ന് നോക്കാം. ഇതുപോലെ ഒരു ചെടിയുടെ അത്യാവശ്യം നല്ല മച്ചുറായിട്ട്, അതായത് ഏകദേശം ഇലയൊക്കെ പഴുത്ത് തുടങ്ങുന്ന ഏതെങ്കിലും ഒരു ബ്രാഞ്ച് നോക്കി നമുക്ക് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അത്യാവശ്യം നല്ല ഒരു ഇത്തിരി പഴുത്തൊക്കെ തുടങ്ങുന്ന ഒരു ബ്രാഞ്ച് നോക്കി എടുക്കുകയാണെങ്കിൽ ആ ചെടിയുടെ ഒരു ഭംഗിയില്ലായ്മ മാറി കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു ബ്രാഞ്ച് നോക്കി നമുക്ക് പ്രൊപ്പഗേഷൻ എടുക്കാം. ഇതുപോലുള്ള ബ്രാഞ്ചുകൾ 1, 2, 3, 4 എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള അത്രയും ബ്രാഞ്ചുകൾ നമ്മൾ ഇതിൽ നിന്ന് മെച്ചുവർഡായിട്ടുള്ള ബ്രാഞ്ചുകൾ നമ്മൾ ഇതുപോലുള്ള മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഈ നോഡിൻ്റെ തൊട്ട് താഴെ വെച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. കാരണം ഈ നോഡ് നമ്മൾ പോട്ടി മിക്സിലോട്ട് നട്ട് വയ്ക്കുമ്പോൾ ആ നോഡ് പോട്ടി മിക്സിൽ താഴ്ന്നിരിക്കണം. എങ്കിൽ മാത്രമേ ആ നോഡിൽ നിന്ന് പുതിയതായിട്ട് വേരുകൾ വരുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി കട്ടിങ്സുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എത്രത്തോളം നമ്മൾ കട്ടിങ്സുകൾ നടന്നു അത്രത്തോളം നമ്മുടെ പോട്ട് ബുഷിയായിട്ട് വളർന്നു വരും. അപ്പോൾ ഈ നോഡിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുത്ത നോഡിൽ നിന്ന്, ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ കട്ട് ചെയ്തെടുത്ത നോഡാണ്, അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്നും പുതിയ ബ്രാഞ്ച് വരും. അപ്പോൾ കൂടുതൽ ആ പോട്ട് നല്ല ബുഷിയായിട്ട് വളർന്നു വരികയും ചെയ്യും, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇതൊക്കെ ഞാൻ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് നേരത്തെ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നോക്കിയേ, ഇതൊക്കെ പുതിയ ബ്രാഞ്ചസുകൾ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ തൊട്ട് താഴെ വെച്ച് ഇതുപോലെ പുതിയ ബ്രാഞ്ചുകൾ വരും. അങ്ങനെ നല്ല ഗ്രീനായിട്ട് നമ്മൾ പോട്ടിൽ നല്ല ഗ്രീനായിട്ട് നിൽക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ലീഫാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ പെറ്റിയോട് കൂടി ലീഫ് നട്ട് വെച്ചാലും പുതിയ തൈകൾ ഉണ്ടായി കിട്ടും. പിന്നെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട പോട്ടി മിക്സാണ്. ഇപ്പോൾ ഈക്വൽ അളവിൽ ഞാനിവിടെ കൊക്കോ പിറ്റും മണ്ണും കൂടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ലൂസായിട്ടുള്ള മണ്ണ് വേണം, പോട്ടി മിക്സ് വേണം നമ്മൾ എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നല്ല വേരോട്ടത്തോടു കൂടി നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളർന്നു വരികയുള്ളൂ. അപ്പോൾ ഈക്വൽ അളവിലാണ് ഞാനിവിടെ കൊക്കോ പിറ്റും മണ്ണും കൂടി എടുത്തിരിക്കുന്നത്. വളമൊന്നും തന്നെ ചേർക്കുന്നില്ല. നല്ല ഒരു ഡ്രെയിനേജ് ഹോളുള്ള ഒരു പോട്ട് എടുത്തതിന് ശേഷം ഈ പോട്ടി മിക്സ് അതിലോട്ട് നിറച്ച് കൊടുക്കുക. അപ്പോൾ അടിയിലായിട്ട് ഞാൻ കുറച്ച് നല്ല ഉണങ്ങിയ ഇലകൾ കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇല അടിയിൽ ഇട്ടതിന് ശേഷം ഈ പോട്ടി മിക്സ് അതിലോട്ട് നിറച്ച് കൊടുക്കുന്നു. നല്ല വേരൊക്കെ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അതിലോട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ കട്ടിങ്സ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ വളങ്ങളൊന്നും തന്നെ ചേർക്കാത്തത്. അപ്പോൾ ഇതിലോട്ട് ഇതുപോലുള്ള കട്ടിങ്സുകൾ, നമ്മൾ ഒത്തിരി കട്ടിങ്സുകൾ ഉണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് പോട്ട് വളർന്നു വരും. അപ്പം ഈ കട്ടിങ്സിൻ്റെ താഴെ ഈ നോഡിൽ താഴെയുള്ള ലീഫൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറിയൊരു കുഴിയുണ്ടാക്കി അതിലോട്ട് നമ്മൾ ഈ ഓരോ കട്ടിങ്സും വെച്ച് കൊടുക്കും. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഒത്തിരി വെയിറ്റ് ഒന്നും ഈ പോട്ടി മിക്സിൽ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ കൊക്കോ പിറ്റ് കൂടുതൽ അളവിൽ ചേർക്കുന്നത്. നല്ല നീർവാഴ്ചയുള്ള ലൂസായിട്ടുള്ള പോട്ടി മിക്സാണ് ഈ പെപ്പറോമിയ പ്ലാന്റുകൾക്ക് എപ്പോഴും നല്ലത്. വെള്ളം ഒരു കാരണവശാലും ഈ പോട്ടി മിക്സിൽ കെട്ടിക്കിടക്കാൻ പാടില്ല. നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സ് വേണം ചേർക്കാൻ. അടിയിൽ വേണമെങ്കിൽ ലീഫിന് പകരം നമുക്ക് നല്ല കല്ലുകളോ മറ്റോ അല്ലെങ്കിൽ നല്ല ഓടിൻ്റെ കഷ്ണങ്ങളോ ഒക്കെ ചേർക്കാം. ഇനി ഇതിനെ നമ്മൾ കുറച്ച് ദിവസം നല്ല ഷെയ്ഡിൽ വെച്ചതിന് ശേഷം റോട്ടൊക്കെ വന്നിട്ട് വേണം നമ്മളിതിൻ്റെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുന്നേ, ഏകദേശം ഒരു മാസം മുന്നേ നട്ടതാണ്. ഇപ്പോൾ പുതിയ ബ്രാഞ്ചൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒത്തിരി കട്ടിങ്സ് വെച്ചാൽ നമുക്ക് ബുഷിയാക്കി വളർത്തിയെടുക്കാനും സാധിക്കും. ഹാങ്ങിങ് പ്ലാന്റുകൾ പലർക്കും ഒരു വീക്ക്നെസ്സാണ് അല്ലേ? നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ നല്ല പച്ചപ്പോട് കൂടി ഹാങ്ങിങ് പ്ലാന്റുകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പക്ഷേ അതങ്ങനെ ഭംഗിയിൽ കിടക്കണമെങ്കിൽ നമ്മൾ അതുപോലെ മെനക്കെടുകയും വേണം. കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ അതിനെ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് നമുക്കൊരു മെനക്കേട്. അപ്പോൾ അങ്ങനെ മെനക്കെടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ പ്ലാന്റ് ഒരു ബെറ്റർ ചോയ്സാണ്. കാരണം ഈ പ്ലാന്റിനെ നമ്മൾ ഏകദേശം ഒരു 2 വർഷത്തോളമൊക്കെ റീപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പോൾ ഈ സ്കാൻഡൻ സ്ക്രീൻ, അതായത് പെപ്പറോമിയ സ്കാൻഡൻ സ്ക്രീനിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.